ഒരു ഡോറാബുജി തീമിലുള്ള കേക്കായിരുന്നു ഇന്ന് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നോർമലി കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കിട്ടാറ് നമ്മുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് സാധാരണ എല്ലാവരും കാണാറ് എൻ്റെ പരിചയക്കാരും പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരും പിന്നെ എൻ്റെ സ്ഥിരം കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്, അവർ മാത്രമാണ്. അങ്ങനെ എല്ലാ ദിവസമൊന്നും കേക്ക് ഓർഡർ കിട്ടാറില്ല. അപ്പം നമ്മുടെ ഗാലറിയിൽ തന്നെ ഉണ്ടാവുമല്ലോ നമ്മൾ തന്നെ മുമ്പ് ചെയ്തിട്ട് മറന്നിരിക്കുന്ന കുറച്ച് കേക്കുകളൊക്കെ. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും വീണ്ടും എടുത്ത് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാറ്. ഞാനിപ്പോൾ എന്തിനാ ഇതൊക്കെ ഇവിടെ പറഞ്ഞതെന്നല്ലേ, നമ്മുടെ ഈ ബേക്കിംഗ് ഫീൽഡിലോട്ട് പുതിയതായിട്ട് കാലെടുത്ത് വയ്ക്കുന്നവർക്കുള്ളൊരു ടിപ്പും കൂടെയാണ് കേട്ടോ ഇത്. കുറച്ച് നാൾ അടുപ്പിച്ച് നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടാതിരുന്നു ഓക്കെ, നമ്മളെപ്പോലുള്ള ഹോം ബേക്കേഴ്സ് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അവർ ഓർക്കത്തില്ല. അത്യാവശ്യം നല്ല കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണല്ലോ ഇത്. ഒരു കേക്ക് എടുത്താൽ മറ്റൊരു കേക്ക് ഫ്രീ എന്നും 399 2 കേക്കെന്നും എന്തൊക്കെ ഓഫറാണെന്നറിയാമോ പുറത്ത്. അപ്പോൾ കേക്കിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്നും പ്രശ്നമല്ലാത്ത കസ്റ്റമേഴ്സ് എന്തായാലും അതിൻ്റെ പുറകെ തന്നെ പോകും. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഫ്രഷായിട്ട് പറയുന്ന ഡിസൈനിൽ കേക്ക് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ കേക്കിന് ചിലപ്പോൾ വില കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഹോം ബേക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്